നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൽപ്പറ്റ ലിങ്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. മേപ്പാടി പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ സതീഷ് അധ്യക്ഷത വഹിച്ചു. ആൽഫ കൽപ്പറ്റ സെന്റർ പ്രസിഡന്റ് ഷാജി തദേവൂസ് ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. 30ഓളം പേർ പങ്കെടുത്ത പരിപാടിയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ സക്കീർ VP, സ്റ്റാഫ് അംഗങ്ങളായ ജോഷ്മ, ഷൈനി, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ADS പ്രസിഡന്റ് സുമയ്യ, സെക്രട്ടറി ഇന്ദിര, വൈസ് പ്രസിഡന്റ് പുഷ്പ എന്നിവർ സംസാരിച്ചു. സ്പോൺസർഷിപ്പിനായി 16-ാം വാർഡിലെ മുഴുവൻ വീടുകളിലേക്കുമുള്ള കവറുകൾ ആശമാർക്ക് കൈമാറി. ബീന സുരേഷ് സ്വാഗതം പറഞ്ഞു. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ഏപ്രിൽ 30 വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സെന്ററിൽ നടക്കും. പ്രസിഡന്റ് KA ഖദീജാബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സെന്ററിന്റെ പ്രതിമാസ പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. സെന്ററിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ പുരോഗതിയും യോഗം ചർച്ച ചെയ്യും. അംഗങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തണമെന്ന് സെക്രട്ടറി CS തിലകൻ അഭ്യർത്ഥിച്ചു. ആൽഫ മാള സെന്ററിന്റെ ഫിസിയോതെറാപ്പി വിഭാഗം എയർ കണ്ടീഷൻ ആക്കുന്നു. അസഹ്യമായ ചൂടുമൂലം ഫിസിയോതെറാപ്പിക്കായി വരുന്നവർക്കും ജീവനക്കാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നടന്ന ചർച്ചയെ തുടർന്നാണ് ചീഫ് ഓർഗനൈസർ നിസ അഷ്റഫിന്റെ ഇടപെടലിലൂടെ പുതിയ കമ്മിറ്റി അംഗം ഫൗസിയ മുഹമ്മദ് ഉൾപ്പെടുന്ന വടമയിലെ മുബാറക് എന്ന വനിതാ കൂട്ടായ്മ AC സ്പോൺസർ ചെയ്തത്. സ്പോൺസർ ചെയ്ത സംഘടനയോടുള്ള നന്ദി ഭാരവാഹികൾ രേഖപ്പെടുത്തി. ആൽഫ ഇരിങ്ങാലക്കുട സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം പ്രസിഡന്റ് VJ തോംസന്റെ അധ്യക്ഷതയിൽ ഏപ്രിൽ 30 വ്യാഴം രാവിലെ 9:30 സെന്ററിൽ ചേരും. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ സെന്ററിന്റെ വിവിധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. സെക്രട്ടറി സതീഷ്, ട്രഷറർ പ്രമീള അശോകൻ, സ്റ്റാഫ് ഇൻചാർജുമാർ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമെന്ന് പ്രസിഡന്റ് VJ തോംസൺ, സെക്രട്ടറി K സതീഷ് എന്നിവർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.